ഹലോ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ ഒരു പുതിയ വ്ളോഗ്. അപ്പം ഞാനാണെങ്കിൽ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മുടെ അനിലയുടെ ഹോം ടൂർ ആണ് കാണിക്കാൻ പോകുന്നത്. എൻ്റെ കോലൊന്നും മൈൻഡ് ചെയ്യണ്ട, ഹോംലെസ് ഹോം അലുക്കാണ്. അനില കണ്ട മേക്കപ്പ് ഒക്കെ ഇട്ട് ഓക്കെ, അങ്ങനെയാണ്. അപ്പം നമുക്ക് കാണിക്കാം ഓരോന്നായിട്ട്. വീട് എവിടെയാണെന്നൊന്നും പറഞ്ഞു തരുന്നില്ല, ബിക്കോസ് എങ്ങാനും ആർക്കെങ്കിലും വീട്ടിൽ കയറാൻ തോന്നിയാലോ. അപ്പം വീടിൻ്റെ എൻട്രി ഇങ്ങനെയാണ് കണ്ടോ, 2 കാറൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പെരുന്നാളിന് വേണ്ടിയിട്ട് അനിലയുടെ അമ്മ, അനില ഹെൽപ്പ് ചെയ്തിട്ടില്ല, അനിലയുടെ അമ്മ തന്നെ ചെയ്ത ഡെക്കറേഷനാണ്. കണ്ടോ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. നമ്മളൊക്കെ യൂട്യൂബ് നോക്കിയിട്ടാണ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്നത്, ബട്ട് ഇവിടെ അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ കയറുക. ഡിസ്കോ ലൈറ്റ് ഒന്നും കണ്ടിട്ട് പേടിക്കണ്ട, ദൈവത്തിൻ്റെ സ്വന്തം വീടാണ് അല്ലേ. അപ്പോൾ കയറുമ്പോൾ തന്നെ ഈ ഒരു ബൈബിളും അതുപോലെ തന്നെ രൂപങ്ങളും, ഒരു പ്രെയർ റൂമാണ് ഇത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എൻ്റെ ക്യാമറയുടെ കുഴപ്പമായിരിക്കും, ഈ ക്യാമറയെ കാണുന്നതിനേക്കാളും ഭംഗിയാണ് നേരിട്ട്. പിന്നെ അവിടെ ഒരു കൗച്ച് ഇട്ടിട്ടുണ്ട്. യെസ്, അപ്പോൾ കോർണർ സോഫയാണേ. പിന്നെ ഈ ഒരു ക്ലോക്ക് ഉണ്ടല്ലോ, ഈ ക്ലോക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ വന്ന സമയത്ത് തന്നെ ഞാൻ നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ആ ക്ലോക്കായിരുന്നു. അപ്പം ഞാനും എന്തായാലും എൻ്റെ വീട്ടിലേക്ക് ഒരെണ്ണം വാങ്ങി വെക്കും, അത് ഉറപ്പാണ്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇമ്പോർട്ടഡ് ആണെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അല്ല. നമുക്ക് ഇത് ഓൺലൈനിലൊക്കെ കിട്ടും കേട്ടോ. ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആമസോണിൽ ലിങ്ക് ഒന്ന് ടാഗ് ചെയ്തേക്കാം, യൂട്യൂബിൽ. പിന്നെ ഇവിടെ TV വെച്ചിട്ടുണ്ട്. TVയുടെ ഓപ്പോസിറ്റ് തന്നെ ഒരു കൗച്ച് വേറെ ഉണ്ട്. പിന്നെ 2 ഷെൽഫ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഈ നമ്മുടെ ട്രോഫിയൊക്കെ ഡിസ്പ്ലേ ചെയ്യാം. കുറച്ച് ട്രോഫിയൊക്കെ വെച്ചിട്ടുണ്ട്. യെസ്, പിന്നെ കുറച്ച് ക്യാൻഡിൽസൊക്കെ അപ്പുറം ഇപ്പുറം കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഐ ലവ് ക്യാൻഡിൽസ്. പിന്നെ സ്പീക്കറും ഉണ്ട്. യെസ്, അപ്പം അതാണ് TV ക്യാബിനറ്റ്. ക്രിസ്മസ് ഒക്കെ ആയിരുന്ന സമയത്ത് കുറച്ചും കൂടി ഡെക്കറേഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ക്രിസ്മസിൻ്റെ സമയത്ത് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ആ ഒരു ക്രിസ്മസ് പൊലിമ കാണാൻ പറ്റിയേനെ. കാരണം അനില ബ്രോഡ്വേയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ പർച്ചേസ് ചെയ്ത് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ട്. യെസ്, അപ്പം ഇങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഡൈനിങ് ഹാളാണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് റൂം കാണാം. പറഞ്ഞു അനിലയുടെ ക്ലോസറ്റ് ടൂർ നിങ്ങൾക്ക് കാണാം. എൻ്റെ ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, വിൻ്റർ അല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ എസ്തെറ്റിക് ഒക്കെ മാറ്റി നല്ല ഊള ഡ്രസ്സിലൊക്കെയാണ് വന്നേക്കുന്നത്. അനിലയുടെ പെർഫ്യൂം കളക്ഷൻ കാണാം. ഓക്കെ, കണ്ടോ? ഓക്കെ, അപ്പം നമുക്ക് തുടക്കം കണ്ടോ. വോ, ഓക്കെ, അപ്പം നമുക്ക് ചെറുതിന്ന് തുടങ്ങണം, വലുതിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പം സാരയുടെ ന്യൂഡ് ബൊക്കെ എന്ന് പറയുന്ന ഒരു ഷെയ്ഡല്ല, പെർഫ്യൂം വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് മണത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം അല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇത് മണം കിട്ടുന്നില്ല. വളരെ നല്ല മൈൽഡായിട്ടുള്ള പെർഫ്യൂം ആട്ടോ, കൊള്ളാം. ഒരു ന്യൂഡ് പെർഫ്യൂം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ചാർലിയുടെ റെഡ് എന്ന് പറയുന്ന പെർഫ്യൂമാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, ചാർലി ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. അത് ഭയങ്കര മൈൽഡായിട്ട് പെർഫ്യൂം, എന്നിട്ട് തല കുത്താത്ത മണമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും ഇങ്ങനെ UK ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയുക. പിന്നെ ഉള്ളത് നമുക്ക് ചാർലിയുടെ ബ്ലൂ ഉണ്ട്, ലാ ബ്യൂട്ടി ഷിമർ എന്ന് പറയുന്ന പെർഫ്യൂം ഉണ്ട്, ചാർലിയുടെ റെഡ് ഉണ്ട്. കണ്ടോ, ചാർലിയുടെ റെഡ് 2 എണ്ണമാണ് നമുക്കുള്ളത്, ഒന്നൊന്നുമല്ല. പിന്നെ അഗ്വ മറീന എന്ന് പറയുന്ന, എനിക്ക് പെർഫ്യൂമിൻ്റെ ബ്രാൻഡ് പോലും അറിയത്തില്ല, അത്രയ്ക്കും വെറൈറ്റി ആയിട്ടുള്ള പെർഫ്യൂമൊക്കെയാണുള്ളത്. പിന്നെ സുപ്രീം, അങ്ങനെ എന്തോ ഒരു പെർഫ്യൂം കൂടെ ഉണ്ട്. പിന്നെ വിക്ടോറിയ സീക്രട്ട് പിന്നെ വളരെ നോർമലായിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഇത് കണ്ടോ, 13,490 രൂപയുടെ പെർഫ്യൂം. കണ്ടോ, ഇത് ഉരുക്കി നമുക്ക് വിൽക്കാൻ പറ്റും. കണ്ടോ, അവൾ അതാണ് അടിച്ചിട്ട് പോകുന്നത് ഓഫീസിൽ, മനസ്സിലായോ? അവള് എന്തും വിമൻ ഫെസിലിറ്റേറ്ററാണ്. പഞ്ചായത്തൊന്നും ഞാൻ പറഞ്ഞു തരത്തില്ല, കാരണം അവളെ നമ്മൾ കണ്ടുപിടിക്കരുത്. ഓക്കെ, പിന്നെ ഇത് സാറയുടെ പെർഫ്യൂമാണ്, ലൈറ്റ് ബ്ലൂമാണ്. ഇത് കൊള്ളാട്ടോ, അടിപൊളി കൊള്ളാം, നല്ല പെർഫ്യൂമാണ്. പൊട്ടാതെ നോക്കുക, പൊട്ടിയാൽ നിങ്ങൾക്ക് തന്നെയാണ് പറ്റണത്. ഇത്രയും വിലയൊക്കെയുള്ള ചിച്ചി സാപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു പെർഫ്യൂമും കൂടെ ഉണ്ട്. ഓ ഗോഡ്. പിന്നെ ഷെയർ ബ്രൈറ്റ് ബൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ആൻറ്റി പെർസ്പിറൻറ്റ് ഡ്രൈ പ്രൊട്ടക്ഷൻ, അത് നമുക്ക് കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ. പിന്നെ ബ്രൈറ്റ് ബൊക്കെ
ഇനി അനിലയുടെ നമുക്ക് വാക്കിംഗ് ക്ലോസറ്റ് കാണാം. നിങ്ങൾ ഗ്ലാമി ഗംഗയുടെ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ കുറേ ഡ്രസ്സുണ്ട് കണ്ടോ. എന്തോ ഒരു സാരി എടുക്കുന്ന കുട്ടിയാണ് അനില. കണ്ടോ എല്ലാം ഉണ്ട്. അവൾക്ക് നല്ല ഡ്രസ്സിങ് സെൻസ് ഉണ്ടല്ലോ. എല്ലാം തയ്പ്പിച്ചൊക്കെയാണ് ഇടുന്നത്. പണ്ട് അവള് എന്താ എക്സ്ട്രാ സ്മോളായിരുന്നു. ഇപ്പം അവള് കുറച്ചുകൂടെ സ്മോളായി അല്ലേ? ഇപ്പം സ്മോളായി. അവൾക്ക് വണ്ണമൊക്കെ വെച്ച് തുടങ്ങി കേട്ടോ. ഡ്രസ്സ് കണ്ടോ ഗൈസ്? ഡ്രസ് യെസ് അത് തന്നെ. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഇടാൻ ഡ്രസ്സൊന്നും ഇല്ല അല്ലേ? അതാണ് പിന്നെ വാങ്ങാൻ നോക്കും നമ്മൾ. കണ്ടോ സാരികൾ കണ്ടോ. അപ്പോൾ ഇത് വേറൊരു റൂമാണ് കാണിക്കുന്നത്. അപ്പം ഇവിടുത്തെ നമുക്ക് ക്ലോസറ്റ് നോക്കാം. അപ്പം ഈ ക്ലോസറ്റ് എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അൽമിറേനെയാണ് ഇത് പറയുന്നത്. അതിന് എങ്ങാനും അറിയാത്തവരുണ്ടെങ്കിൽ അതൊരു വെക്കാബായിട്ട് എടുത്തോളൂ. ഓക്കെ. അപ്പം ഒക്കെ പൊങ്ങുന്നില്ല, അത്രയ്ക്കും വെയിറ്റ് ഉണ്ട്. പക്ഷെ ഗ്ലാമറസ് ആയിട്ടുള്ള പാക്കാണ്. പിന്നെ ഇവിടെ ഒരു കുരിശ് പ്രതിമയൊക്കെ ഉണ്ട് കണ്ടോ. മമ്മിയുടെ റൂമാന്ന് തോന്നുന്നു അല്ലേ? കണ്ടോ സാരി കണ്ടോ ഗൈസ്. അനിലയ്ക്കൊരു ചേട്ടനുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ട് UK-യിലുള്ള നേഴ്സുമാരാണെങ്കിൽ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ തന്നാൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം അല്ലേ അനില? അതാണ്. ഓക്കെ. അയർലൻഡ്. പിന്നെ അനിലയുടെ ചേട്ടൻ നല്ല ബ്രാൻഡ് കോൺഷ്യസ് ആയതുകൊണ്ട് നമുക്ക് അറിയത്തൊന്നുമില്ല. ഞാൻ പിന്നെ UK-യിലൊന്നുമല്ല, നാട്ടിൽ ജനിച്ച് വളർന്ന ഗ്രാമീണ പെൺകുട്ടിയാണ്. സോ എനിക്ക് ബ്രാൻഡൊന്നും അറിയത്തില്ല. കേട്ടോ ഡീറ്റെയിൽ കണ്ടോ. അവൾക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സിങ് ടേബിളാണത്. യെസ്. പ്രൊഡക്ട്സ് നോക്കാം നമുക്ക്. എന്തൊക്കെയോ സാധനം അതെല്ലാം അവളുടെ ബേസിക് സ്കിൻ കെയർ എസെൻഷ്യൽസ് ആണ്. സ്കിൻ കെയർ ചെയ്യുന്ന കുട്ടിയാണ്. സോ നോക്കാനും കെൽപ്പുള്ളവരങ്ങനെ വേണം. നമുക്ക് എല്ലാവരും കാത്തിരിക്കുന്ന കിച്ചൺ ടൂറിലോട്ടാണ് പോകുന്നത്. കിച്ചൺ അടിപൊളിയാണ് കേട്ടോ. യെസ്, ഇതാണ് കിച്ചൺ ക്യാബിനറ്റ് ഒക്കെ. കണ്ടോ കിച്ചൺ ആയിരിക്കും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സാധനം. കണ്ടോ കിച്ചണിൽ എന്തൊക്കെയൊക്കെ സാധനമുണ്ട്. ക്രോക്കറീസ് കണ്ടോ. പാത്രങ്ങൾക്കൊക്കെ ഇത്രയും ഡെക്കറേഷൻ ആവശ്യമുണ്ടോ? അത് തന്നെ. യെസ് യെസ്. ആ താഴത്തെ ചട്ടികൾ കൊള്ളാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ക്യൂട്ട്. ഓ നൈസ് നൈസ്. എവിടെ പോയാലും എൻ്റെ മുഖം കാണും. ഓക്കെ. ഇവിടെ മറ്റേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇങ്ങനത്തെ ക്രോക്കറീസ് ഒക്കെ ഉണ്ട്. ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പഴയൊരു മിക്സി ഉണ്ട്. ഓക്കെ. ഇത് അടുപ്പ്. പിന്നെ വിറകില്ലാത്ത അടുപ്പുണ്ട്. വിറകില്ലാത്ത അടുപ്പ്. യെസ്. കേട്ടോ 2 മാസം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ സ്റ്റോക്കാണ്. ഓ ഓക്കെ ഓക്കെ. മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ട്. അനില കിടക്കും. തയ്ക്കുന്നത്. ഓക്കെ. സാംസങ്ങിൻ്റെ വാട്ടർ വാഷിംഗ് മെഷീൻ. ഇതായിരുന്നു അനിലയിട്ട ഡ്രസ്സ്. അയ്യോ ഇവിടെ കുക്ക് ചെയ്യാറുണ്ടോ? ഡൈനിങ് ടേബിളിൽ നിന്നുള്ള ആ ഒരു വ്യൂ കാണാമേ. ഡൈനിങ് ടേബിൾ എങ്ങനെയൊക്കെയാണ് ഡെക്കർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നൊക്കെ വളരെ മിനിമലാണ് എല്ലാം. നിങ്ങൾക്ക് കാണാമായിരിക്കും. യെസ്. ഇപ്പോഴാണ് വീഡിയോ. ഒരുവിധം വീട് കവർ ചെയ്തിട്ടുണ്ട്. 1-2 റൂംസ് നമ്മൾ കവർ ചെയ്തില്ല. കാരണം രാത്രി 12:30 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നത്. ഓക്കെ. അപ്പം ഇനി ഇതുപോലത്തെ ഹോം ടൂർസ് അല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ സജഷനായിട്ട് പറയും. അപ്പോൾ അത്രയുള്ള ബൈ ഗൈസ്.